നമ്മൾ വണ്ടിയുടെ നിലവിൽ ആ ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞത് ക്ലച്ച് സൈഡിൽ നിന്നാണ് കേട്ടോ. ക്ലച്ച് സൈഡിൽ നമുക്കത് ഈ ഷാഫ്റ്റിൻ്റെ ഒലിച്ചിലാണ് പോയത്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒലിച്ചിൽ പോയിട്ട് അത് ഓൾറെഡി ക്ലച്ച് സൈഡിലേക്ക് കയറി വരാം. ക്ലച്ച് ഔട്ടറിലേക്ക് ഈ ഔട്ടറിൻ്റെ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ഓയിൽ ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് റീസെറ്റ് ആകാം. പിന്നെ അതേപോലെ തന്നെ ഇതെൻ്റെ ബെൽറ്റാണ്. ബെൽറ്റ് ഈ പറഞ്ഞ പോലെ ഓൾറെഡി സ്ലിപ്പിംഗ് ഉണ്ട്. അത് കൂടാതെ കൊണ്ട് തന്നെ എൻ്റെ സെൻട്രലായി ഇതൊക്കെ ഉണ്ടോ ഓൾറെഡി ചെറിയ കട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ ഇത് ബെൽറ്റ് മാറ്റിയിടണമായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ സ്ഥലത്തും ഇച്ചിരി ഡീപ്പായിട്ട് തന്നെ കട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ നിലവിൽ അത്യാവശ്യം കട്ടിങ് സൈഡിലേക്ക് എഡ്ജിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സ്ലിപ്പിംഗ് ആണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് പുതിയ ബെൽറ്റ് കയറ്റിയിടണമായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ അത് ആ രീതിയിൽ ചെയ്യാം. പിന്നെ സെൽഫിൻ്റെ കേസ് ഓൾറെഡി ഇപ്പോൾ ബെൻഡെക്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നും കാണില്ല. ബെൻഡെക്സൊക്കെ പ്രോപ്പർ വർക്കിംഗ് ആയിട്ടൊക്കെ കാണണം. പിന്നെ ഇനിയിപ്പോൾ ബാറ്ററിയും അതിൻ്റെ മോട്ടറാണ് നോക്കേണ്ടത്. അത് ഞാൻ ഇതൊന്ന് കയറ്റിയതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽസ് പറയാം. പിന്നെ ഈ ഓട്ടോ ക്ലച്ച് യൂണിറ്റും കൂടി ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ തുരുമ്പ് കയറുന്നുണ്ട്. അത് നമുക്ക് ഡ്രൈ ടൈപ്പ് ആയതുകൊണ്ട് നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ട സംഭവം. അത് കൂട്ടത്തിൽ ഒന്ന് അഴിച്ച് കറക്റ്റാക്കി ഗ്രീസാക്കി സെറ്റ് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇടയ്ക്ക് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട സംഭവമാണ് കേട്ടോ. അതിൻ്റെ വേരിയേറ്ററിൻ്റെ റോളറൊക്കെ ആയാലും വേറെ പറയത്തക്ക പ്രശ്നമൊന്നുമില്ല. ഡ്രൈവ് ചെറിയൊരു പ്ലേ ഉണ്ട്, പക്ഷേ അതിനുവേണ്ടി തൽക്കാലം ഒന്നും ചെയ്യേണ്ട. അപ്പോൾ നിലവിൽ ഇത്ര കേസാണ് ചെയ്യേണ്ടത്. ഓയിലേക്ക് തന്നെ ഓയിൽ സീൽ കാര്യങ്ങൾ മാറ്റിയിട്ട് നമുക്ക് ബെൽറ്റ് മാറ്റി റീസെറ്റ് ആക്കാം. ഓയിൽ സീൽ മാറ്റുമ്പോൾ ഈ 2 ഓയിൽ സീൽ കൂടി മാറ്റട്ടോ. ഈ ഓയിൽ സീലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീലും കൂടി ഒന്ന് മാറ്റിയിട്ട് റീസെറ്റ് ആക്കാം. ഇതെനിക്ക് ഒരു 35 രൂപ 39 രൂപ റേഞ്ച് വരുള്ളൂ. ഇതിന് ഒരു 50-55 രൂപ റേഞ്ച്. പിന്നെ അപ്പോൾ നമുക്ക് ആ ഭാഗത്ത് വേറെ ലീക്കിൻ്റെ കേസ് പഠിക്കുന്നില്ല. അതാണ് നിലവിലുള്ളത്. അപ്പോൾ ഞാനത് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി ഇട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളൂ.